നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഞാൻ വിചാരിച്ച ആളാണോ അല്ലേന്ന് ഉടനെ എനിക്ക് മനസ്സിലാവും. ഞാൻ വിചാരിക്കുന്ന പോലത്തെ ആളാണെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്നുണ്ട് ഞാൻ. മുടിനാരയ്ക്ക് രക്ഷപ്പെട്ട അർച്ചനയുടെ ദീർഘായുസിനെ കുറിച്ച് പറഞ്ഞവരാരും ഒരു കുഞ്ഞിനെ പെറ്റുപോറ്റാൻ അർച്ചനയ്ക്കാവില്ല എന്നുള്ള സത്യം അറിഞ്ഞിരുന്നില്ല. അർച്ചന ഗർഭിണിയാവില്ലെന്നും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ലെന്നും ഒരാൾക്ക് കൂടി അറിയായിരുന്നു. സച്ചിയുടെ ഏട്ടത്തി അവന്തികയ്ക്ക്. എന്താണ് സത്യാവസ്ഥ എന്ന് അറിയണം, അല്ലാതെ ഈ സംശയം മനസ്സിലിട്ട് നടക്കുന്നത് ശരിയല്ല. ഉള്ള സ്വസ്ഥത കൂടി പോവാ സച്ചേട്ടാ. ധനുഷ് ഇവിടെയുള്ള ഓരോ സമയവും എനിക്ക് ടെൻഷനാ. ഈ വീട്ടില് ഇത്രയധികം സ്വാതന്ത്ര്യം കൊടുക്കാനും മാത്രം അയാൾ ആരാ? അടുക്കള മുതൽ ബെഡ്റൂം വരെ കയറി വരുന്നു. ഇവിടെ ആർക്കും പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നുമില്ല. ഒരു പരിധി കൂടുതൽ ഞാൻ സ്നേഹയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? ഒരു കാര്യം തന്നെ എത്ര തവണ പറയണം? എപ്പോഴും പറഞ്ഞ എനിക്ക് അവളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് അവൾ കരുതില്ലേ? വിൽക്കാനും വിഴുങ്ങാനും വയ്യെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോ ശരിക്കും മനസ്സിലായ അവസ്ഥ. ഞാനീ പറഞ്ഞൊന്നും സച്ചേട്ടൻ കേൾക്കുന്നില്ലേ? കേട്ടു. പിന്നെന്താ ഒന്നും പറയാത്തെ? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ സച്ചേട്ടാ. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയാലേ എനിക്കിനി സമാധാനം കിട്ടുള്ളൂ. എന്തുപറ്റി സച്ചേട്ടാ? സച്ചേട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? ഏയ് ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്താ കാര്യം സച്ചേട്ടാ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നിനക്കെന്താ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു 100,000 കാര്യങ്ങളുണ്ട് എന്റെ തലയില്. അപ്പോഴാ നിന്റെ ഇതുപോലത്തെ ചെറിയ ചെറിയ പരാതികള്. നിനക്ക് ഇതൊക്കെ പറയാനും ആലോചിക്കാനും ഉള്ളൂ. എന്നാലേ എനിക്ക് അങ്ങനെയല്ല. നീ പറയുന്ന ഈ വക കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് താല്പര്യവുമില്ല, സമയവുമില്ല. അതുകൊണ്ട് ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത് പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.